ശ്രീ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാൽ വിരചിതമായ അധ്യാത്മരാമായണം ബാലകാണ്ഡത്തിലെ 4 വരി അതിൻ്റെ അർത്ഥമാണ് പറയുന്നത്. ധന്യേ വല്ലഭേ ഗിരികന്യേ പാർവതി ഭദ്രേ നിന്നോളമാർക്കുമില്ല ഭഗവത് ഭക്തിനാഥേ ശ്രീരാമദേവതത്വം കേൾക്കേണമെന്നു മനതാരിലാകാംക്ഷയുണ്ടായി വന്നതു മഹാഭാഗ്യം. മുന്നമെന്നോടിതാരും ചോദ്യം ചെയ്തില്ല, ഞാനും നിന്നാണ് കേൾപ്പിച്ചതെല്ലാരെയും ജീവനാഥേ. ഇവിടെ ശ്രീ പരമേശ്വരൻ പാർവതീദേവിയോട് പറയുന്നു, ധന്യേ വല്ലഭേ ഭാര്യേ ഗിരികന്യേ പാർവതി ഭദ്രേ. ഇതെല്ലാം ശ്രീ പരമേശ്വരി ദേവിയെ പാർവതി ദേവിയെ പരമേശ്വരൻ അഭിസംബോധന ചെയ്യുന്നതാണ്. എന്നിട്ട് പറയുന്നു, ഇത്രത്തോളം ഭക്തിയുള്ള ആരും ഇല്ല, ഇത്രത്തോളം ഭഗവത് ഭക്തി ആർക്കുമില്ല. കാരണം ശ്രീരാമദേവൻ്റെ കുറിച്ചുള്ള തത്വം കേൾക്കണമെന്ന് മനസ്സിൽ ആകാംക്ഷ ഉണ്ടായി വന്നത് തന്നെ മഹാഭാഗ്യമാണ്. എന്നോട് ഇതുവരെ ആരും ഇതിനെക്കുറിച്ച് ചോദ്യം ചെയ്തിട്ടുമില്ല, ഞാൻ ആർക്കും കേൾപ്പിച്ചു കൊടുത്തിട്ടുമില്ല. അതിൽ നിന്ന് നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ മനുഷ്യന്മാരെക്കുറിച്ച് മനുഷ്യരുമായി താരതമ്യം ചെയ്യുമ്പോൾ നമുക്കിവിടെ മനസ്സിലാവുന്ന ഒരു കാര്യം, നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നുവോ, എന്ത് കേൾക്കാൻ, എന്ത് പഠിക്കാൻ, എന്ത് നമ്മൾക്ക് ആഗ്രഹമുണ്ടോ ആ ആഗ്രഹം നമ്മൾ വെളിവാക്കിയാൽ മാത്രമേ മറ്റൊരാൾക്ക് നമുക്ക് പറഞ്ഞു തരാനായി സാധിക്കുകയുള്ളൂ. അല്ല നമ്മുടെ ഉള്ളിൽ ഒരു ചിന്തയുണ്ടായി എന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമല്ല. നമുക്ക് എന്ത് ചിന്തിക്കണം, എന്തറിയണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ അത് നമ്മൾ ചോദിച്ചാൽ നമ്മുടെ ഗുരുനാഥൻ നമുക്ക് കൃത്യമായി അത് പറഞ്ഞു തരും. ഇവിടെ പറയുന്നത്, പാർവതീദേവി പരമശിവനോട് ശ്രീരാമദേവൻ്റെ തത്വം അറിയണമെന്ന് ചോദിച്ചതുകൊണ്ട് ദേവൻ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ദേവൻ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, എന്നോട് മുമ്പ് ആരും ഇത് ചോദിച്ചിട്ടില്ല. ഇപ്പോൾ ശ്രീരാമദേവനെക്കുറിച്ച് അറിയണമെന്ന് ഇത്രയും ആകാംക്ഷ ഭവതിയുടെ ഉള്ളിൽ ഉണ്ടായത് തന്നെ വലിയൊരു കാര്യമാണ്. അത് ഈശ്വരാനുഗ്രഹം അല്ലെങ്കിൽ ഈശ്വരൻ്റെ തത്വം അറിയണമെന്ന് തോന്നിയത് തന്നെ വലിയ കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഭൗതിക ജീവിതത്തിലെ മനുഷ്യന്മാരുടെ അവസ്ഥയെക്കുറിച്ച്, അല്ലെങ്കിൽ ഇങ്ങനെ താല്പര്യമില്ലാതെ ഉള്ളിൽ വച്ചുകൊണ്ടിരിക്കുന്നൊരു കാര്യമില്ല, പുറത്ത് പറയാതിരിക്കുന്ന മനുഷ്യരെക്കുറിച്ച് അവർക്കൊരു ഉത്തമ ബോധ്യം കൂടി ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇവിടെ ഭഗവാൻ ചെയ്യുന്നത്. ഹരേ കൃഷ്ണ.